ഹായ് ഡിയേഴ്സ്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്ററിൽ നിന്നായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഒരിക്കലും നിങ്ങൾ ഇത് നോക്കാതെ പോകരുത്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഏതെങ്കിലും 4 ഏരിയാസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. പ്ലാനിങ്, എക്കണോമിക്സ്, ഇൻഡസ്ട്രി, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ്, സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് സ്റ്റഡീസ്, അങ്ങനെ ഒരുപാടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ CSO, NSSO എന്നതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. സോ CSOന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ NSSO അവിടെ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ കണ്ടക്ടിങ് റെഗുലർ സോഷ്യോ എക്കണോമിക് സർവേ. ഇത് എവിടെയും കൂടെ വരാറുണ്ട്, മാച്ച് ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട്. അതേപോലെ ഇവിടെ നാഷണൽ അക്കൗണ്ട്സിന്റെ കോമ്പിലേഷൻ, അത് CSOന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, മാച്ച് ഫോളോയിങ്ങിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു തിയറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പിന്നെ ചോദിക്കാറുള്ളതാണ് നമ്മൾ NSSOന്റെ 4 ഡിവിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും. പിന്നെ അതാ ഒരു മാച്ച് ഫോളോയിങ്ങിൽ CSO എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് നാഷണൽ അക്കൗണ്ട്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NSSO എന്ന് പറഞ്ഞാൽ എന്താ വരിക? കണ്ടക്ടിങ് റെഗുലർ സോഷ്യോ എക്കണോമിക് സർവേ ആണ്. ISI പബ്ലിഷ് ചെയ്യുന്ന ജേർണലിന്റെ പേരാണ് എന്ത്? സംഖ്യ എന്ന് പറയുന്നത്. ആൻഡ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റേറ്റിന്റെ, അതായത് കേരള സ്റ്റേറ്റിന്റെ നോഡൽ ഏജൻസിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 1 അപ്ലൈഡ് ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല, അതിനെക്കാട്ടും വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്. 3 ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വറിയൽ സയൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ എന്താണ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ജേർണൽ പബ്ലിഷ് ബൈ ISI എന്താണ്? സംഖ്യ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 4 ഡിവിഷൻസ് ഓഫ് NSSO എന്ന് പറയുന്നത്. SDRD, DPD, FOD ആൻഡ് CPD അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കാം. നെക്സ്റ്റ് ISIനെ പറ്റിയിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. അത് വളരെ റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടാതെ കഴിഞ്ഞ വർഷം MOSPI, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടും കൂടെ നിങ്ങൾ നോക്കി വെക്കുക. ആൻഡ് ഈ ISIയിൽ നിന്ന് കുറേ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്ന്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ June 29. ISI പബ്ലിഷ് ചെയ്യുന്ന ജേർണലിന്റെ പേര് സംഖ്യ. അതേപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് PC മഹലനോബിസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ISIയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ISIന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണ്? PC മഹലനോബിസ് ആണ്. സോ ഈ ഒരു ചെറിയ പാർട്ടിൽ തന്നെ 4 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അധികം തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് നമ്മളെ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം. പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ക്വസ്റ്റ്യനെയർ, എന്താണ് ഷെഡ്യൂൾ, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ നമ്മളുടെ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സസ്, ഇത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് സെക്കൻഡറി ഡാറ്റ, അല്ലെങ്കിൽ ഇതിൽ പ്രൈമറി ഡാറ്റ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇവിടെ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സസ് നമുക്ക് തന്നിട്ടുണ്ട്. ഗവൺമെന്റ് പബ്ലിക്കേഷൻ, ഒഫീഷ്യൽ റെക്കോർഡ്സ്, സർവേ റിപ്പോർട്ട്സ്, ജേർണൽ, ന്യൂസ് പേപ്പർ, വെബ്സൈറ്റ്, പബ്ലിക്കേഷൻ, ഇതെല്ലാം എന്താണ്? സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സസ് ആണ്. അതേപോലെ തന്നെ പ്രൈമറി ഡാറ്റയുടെ സോഴ്സസും നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രൈമറി ഡാറ്റയുടെ സോഴ്സസും നമ്മളോട് ചോദിക്കാറുണ്ട്. പ്രൈമറി ഡാറ്റേന്റെ സോഴ്സസ്, പ്രൈമറി ഡാറ്റ എങ്ങനെയാണ് കിട്ടുക? ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, അതേപോലെ തന്നെ ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ, ടെലിഫോൺ ഇന്റർവ്യൂ, ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതെല്ലാം എന്താണ്? പ്രൈമറി ഡാറ്റേന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2 മാർക്കിനൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനൊരു ട്രെയിൻഡ് ലീഡർ ഉണ്ടായിരിക്കും. ചെറിയൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഫ്യൂച്ചർ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഡിസ്കഷൻ ആണ്. നെക്സ്റ്റ് ഒരു മാച്ച് ഫോളോയിങ് ആണ്. നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ എ സ്കൂൾ, അതെന്താണ്? കറക്റ്റ് ഒരു നമ്പർ കിട്ടുന്നുണ്ടായിരിക്കും. സോ ഡിസ്ക്രീറ്റ് ആണ്. അതെന്താണ് വരുന്നുണ്ടായിരിക്കുക? ഡിസ്ക്രീറ്റ് ആണ്. സോ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ E ആണ്. ഇനി സെക്കൻഡ്, ഡാറ്റ കളക്റ്റഡ് ഡയറക്ട്ലി, നേരിട്ട് കളക്ട് ചെയ്യുന്നത് എന്താണ്? അത് നമ്മളുടെ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആണ്. നെക്സ്റ്റ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഇൻ പഞ്ചായത്ത്, അതെന്താണ്? സെക്കൻഡറി ഡാറ്റയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു റെക്കോർഡ്സ് ഒക്കെ എന്താണ്? സെക്കൻഡറി ഡാറ്റയിൽ വരുന്നതാണ്. ലാസ്റ്റ് ആൻസേഴ്സ് ആർ ഫിൽഡ് ബൈ ദി എന്യൂമറേറ്റർ, അത് ഏതാണ്? അത് ഷെഡ്യൂളിലാണ് നമ്മൾ ആ ഒരു സംഭവം ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസിന്റെ കേസ് ആണെങ്കിൽ ഹൈറ്റ്, വെയിറ്റ്, ലെങ്ത്, അല്ലെങ്കിൽ ഫിലിമിന്റെ ഡ്യൂറേഷൻ, ഇതൊക്കെ എന്താണ്? കണ്ടിന്യൂസ് വേരിയബിളിന്റെ എക്സാമ്പിൾസ് ആയിരിക്കും കേട്ടോ.
ദ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, എത്ര ടൈപ്സ് ഉണ്ട് നമുക്ക്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ജോഗ്രഫിക്കൽ, ക്രൊണോളജിക്കൽ, ഇത്രയും ടൈപ്സ് ആണുള്ളത്. ഇതും റിപ്പീറ്റഡ്ലി വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന റഫ് ഫിഗേഴ്സ് വരയ്ക്കാനാണ് സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെയും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെയും. സോ അതിൻ്റെ ഫിഗേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്സ്, അത് വളരെയധികം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. എന്താണ് ഈ ഡയഗ്രംസും ഗ്രാഫും കൊണ്ടുള്ള നമ്മുടെ ഉപകാരം എന്ന് പറയുന്നത്? നമുക്ക് ഡാറ്റേനെ പറ്റി ക്ലിയർ പിക്ചർ കിട്ടും, കമ്പാരിസന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ കൂടുതൽ അട്രാക്റ്റീവ് ആണ്, ഇംപ്രസീവ് ആണ്, ഇത്തരത്തിലുള്ള പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ഡയഗ്രംസ്, ഏതെങ്കിലും 4 ഡയഗ്രംസ് അത് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 5 എണ്ണം പഠിക്കുന്നുണ്ട്. ബാർ ഡയഗ്രംസ് 4 എണ്ണം, പിന്നെ ഒരു പൈ ഡയഗ്രം. ഇതൊക്കെ എന്താണ് ഡയഗ്രംസിൽ വരുന്നതാണ്. സോ സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, സബ് ഡിവൈഡ് ബാർ ഡയഗ്രം, പെർസെൻറ്റേജ് ബാർ ഡയഗ്രം ആൻഡ് പൈ ഡയഗ്രം. നെക്സ്റ്റ് 2 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാർ ഡയഗ്രം, ഹിസ്റ്റോഗ്രാമും. 2 ആൾക്കാർ നമ്മൾ വിചാരിക്കുക ഏറെക്കുറെ ഒരേപോലെ അല്ല, അതിന് കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ബാർ ഡയഗ്രം ആണെങ്കിൽ ഡയഗ്രംസിൽ വരുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് നമ്മൾ മാത്തമാറ്റിക്കൽ മെഷർ, കോർഡിനേറ്റ് സിസ്റ്റം ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. അവിടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഹിസ്റ്റോഗ്രാം ആണെങ്കിൽ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരച്ചിട്ട് ആണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. ഹിസ്റ്റോഗ്രാമിൽ നിന്ന് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഹിസ്റ്റോഗ്രാമിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സെൻട്രൽ ടെൻഡൻസി എന്നാണെങ്കിൽ ഇതാ ഇത്തരത്തിൽ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഓരോന്നിനും 1 മാർക്ക് വെച്ചിട്ടാണ്. ആവറേജ് പെർഫോമർ ഇൻ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ, അത് ഏത് ആവറേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ആദ്യത്തെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മീഡിയൻ ആണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ്, അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്? മീഡിയൻ. അവിടെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഫസ്റ്റ് കിട്ടിയ ആൾ, സെക്കൻഡ് കിട്ടിയ ആൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ അതിൽ തന്നെ എന്താണ് നമുക്ക് മിഡിൽ മോസ്റ്റ് ആൾ ആരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ മീഡിയൻ ആണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ഫുട്വെയറിൻ്റെ സൈസ്, ഫുട്വെയർ ബിസിനസ് ആവറേജ് അല്ലെങ്കിൽ ഫാഷനബിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നേരെ നമ്മൾ ഓർക്കേണ്ടത്? മോഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്, ഫുട്വെയർ. ഇനി നെക്സ്റ്റ് ആവറേജ് സ്പീഡ്, ബാക്കിയുള്ളതൊന്നും നോക്കേണ്ട ആവശ്യം തന്നെയല്ല, എവിടെ തൊട്ട് എവിടെ വരെ ആയാലും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ആവറേജ് സ്പീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണേണ്ടത് എപ്പോഴും എന്താണ്? ഹാർമോണിക് മീൻ ആണ് നമ്മൾ കാണേണ്ടത്. അവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? ഹാർമോണിക് മീൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടു ഫൈൻഡ് ദി ആവറേജ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഫോർ ലാസ്റ്റ് 5 years. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്, ആവറേജ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആവറേജ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും എന്നറിയോ? ജോമെട്രിക് മീൻ ആയിരിക്കണം. ആവറേജ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ ജോമെട്രിക് മീൻ ആണ് അവിടെ കാണേണ്ടതായിട്ടുള്ളത്. പിന്നെ വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ആവറേജ്. സിമ്പിൾ ആയിരിക്കണം, കൃത്യമായിട്ട് ഡെഫിനേഷൻ ഉണ്ടായിരിക്കണം, കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം, എക്സ്ട്രീം വാല്യൂസിന് എഫക്റ്റ് അങ്ങനെ ഉണ്ടാവരുത്, എല്ലാ ഒബ്സർവേഷനും ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ കുറേ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അത്രയേ ഉള്ളൂ അവിടെ. പിന്നെ കുറേ പ്രോബ്ലംസ് ആണ് ആ ഒരു ചാപ്റ്ററിലുള്ളത്. ഡിസ്പേർഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താ ഇതുപോലെ ട്രൂ ഓർ ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ് എന്നാണ്. പക്ഷെ അല്ല, അത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഫോൾസ് ആയത്? കാരണം സിഗ്മ ഗ്രേറ്റർ ദാൻ 0 എന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. ഏറ്റവും മിനിമം വാല്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കാൻ പറ്റുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി 0 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 0 എന്നുള്ളൊരു നമ്പർ ഉള്ളതുകൊണ്ട് അത് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. അപ്പോൾ സിഗ്മ ഗ്രേറ്റർ ദാൻ 0 അല്ല, പകരം എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഓൾവേസ് പോസിറ്റീവ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാ ഒബ്സർവേഷൻസും സെയിം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആ ഒരു പോയിന്റും കൂടെ മനസ്സിൽ വെക്കാം. സിൻസ് സിഗ്മ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി എല്ലാ 2 വേരിയബിൾസ് അൺകോറിലേറ്റഡ് ആണെങ്കിൽ കൊവേരിയൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സും വൈയും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ കൊവേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്, ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് ഒബ്സർവേഷൻ ഇസ് ആഡഡ്, ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഇസ് ആഡഡ് ബൈ എ കോൺസ്റ്റന്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിമെയിൻസ് സെയിം. അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്.
ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് കുറേ നമ്പേഴ്സ് ഉണ്ടെന്നായിരിക്കും, x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞിട്ട്. ഇവരെല്ലാവരിലേക്കും നമ്മളൊരു 1ഓ 2ഓ എന്തെങ്കിലും ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും, ഒരു വ്യത്യാസവും വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റേഞ്ച് ഡസൻ ഡിപ്പെൻഡ് ഓൺ എക്സ്ട്രീം വാല്യൂസ്, അത് പച്ചക്കള്ളാണ്, അതെന്താണ്, ഫോൾസ് ആണ്. കാരണം റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. രണ്ട് തറ്റത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ നോക്കുന്നത്, രണ്ട് എക്സ്ട്രീം വാല്യൂസിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫോൾസ് ആയിരിക്കും. ഇനി 7th ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മളോട് സ്ഥിരമായിട്ടെന്നുള്ള രീതിയിൽ ചോദിക്കാറുള്ളതാണ് കുർട്ടോസിസ് പറയാൻ വേണ്ടിയിട്ട്. എത്ര ടൈപ്സ് ഓഫ് കുർട്ടോസിസ് ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സ്ക്യൂനെസ്സും ചോദിക്കാറുണ്ട്. സോ കുർട്ടോസിസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ലെപ്റ്റോകർട്ടിക്, മീസോകർട്ടിക്, പ്ലാറ്റിക്കർട്ടിക്. അധികം ഈ ഒരു ഫിഗർ തന്നെ വെച്ചിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയാറ്. ഈ ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്യൂനെസ് ചോദിക്കാറുണ്ട്. 2 ടൈപ്പ് സ്ക്യൂനെസ് ആണുള്ളത്, പോസിറ്റീവ് സ്ക്യൂനെസ്സും അതേപോലെ തന്നെ നെഗറ്റീവ് സ്ക്യൂനെസ്സും. അതിൻ്റെയും ചിത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ മോഡൽ എക്സാമിനും കൂടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡെഫിനേഷൻസ് ആണ്. സാമ്പിൾ സ്പേസ്, സാമ്പിൾ പോയിന്റ്, ഇവന്റ്, ഔട്ട്കം, ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. സോ ഇത്തരത്തിലുള്ള ഡെഫിനേഷൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. എക്സാമിന് അത് യൂഷ്വലി വരാറുണ്ട്, പ്രോബബിലിറ്റിയിൽ നിന്ന് വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 9th ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി സിമ്പിൾ ഡാറ്റ സാമ്പിളിംഗ് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഡാറ്റ സാമ്പിളിംഗ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്. സോ സിമ്പിൾ ഡാറ്റ സാമ്പിളിംഗ് എന്താണെന്ന് പറയാം. ആൻഡ് അതിന് 2 രീതിയിൽ നമുക്ക് ആ സാമ്പിൾ എടുക്കാൻ വേണ്ടി പറ്റും, വിത്ത് റീപ്ലേസ്മെൻറ്റ് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് സാമ്പിൾസ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഇൻ SRSWRും നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഇൻ SRSWR, അതായത് വിത്ത് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസിലും എത്ര സാമ്പിൾസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. n എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസാണ്, സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിളിൻ്റെ സൈസാണ്. 2 രീതിയിൽ നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റും. ലോട്ടറി മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, റാൻഡം നമ്പർ ടേബിൾ മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ചോദിക്കാറുള്ള സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിലാണെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ ഒരാളെ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ ഡാറ്റ സാമ്പിളിങ് വഴിയും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എങ്ങനെയാണ് ഈ ഒരു പ്രീ ഡിറ്റർമൈൻ ഇൻ്റർവെൽ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നമ്മളെ ക്ലാസ്സിൽ ഇന്നലത്തെ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ എക്സാമ്പിൾസ് അടക്കം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏറെക്കുറെ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ആൻഡ് ഇന്നും നമുക്ക് ക്ലാസ്സുകളുണ്ട്, എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.